ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഫാമിലി മാൻ. ഫാമിലി മാന്റെ ഏറ്റവും പുതിയ സീസൺ ആയിട്ടുള്ള സീസൺ 3 റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു നോക്കി. സീരീസിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആമസോൺ പ്രൈമിനെ കുറിച്ചാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള OTT ഏതാന്ന് ചോദിച്ചാൽ ഒരുപാട് ആൻസേഴ്സ് കാണും. പക്ഷേ ഏറ്റവും വോസ്റ്റ് ആയിട്ടുള്ള OTT ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ആമസോൺ പ്രൈം ആണ്. ഇതിനു മുമ്പ് ഒരു തെണ്ടിത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുതിയൊരു പരിപാടിയും കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിൽ. അതായത് സീരീസ് കംപ്ലീറ്റ് ചെയ്യാതെ ഒറ്റ കട്ടാണ്. അതായത് നമ്മൾ ആ ഒരു സീരീസ് കണ്ട് ആ സീരീസിന്റെ ഒരു എൻഗേജിംഗ് ഫാക്ടറും സ്റ്റോറിയും വേൾഡൊക്കെ നമ്മളിങ്ങനെ അതിലോട്ടൊക്കെ എത്തി ഒന്ന് ഒരു ഫീല് കിട്ടി, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലോട്ട് നമ്മൾ എത്തുന്ന മൂവ്മെന്റിൽ ഒറ്റ കട്ട് തീർന്നു. ഇനിയിപ്പോ ഒരു അടുത്ത 3-4 വർഷം വെയിറ്റ് ചെയ്യണം അടുത്ത സീസണിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു സീസൺ അവർ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം അറിയാലോ, ആമസോൺ പ്രൈമിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ റെന്റ് എടുക്കണം, അല്ലെങ്കിൽ എന്റെ ഇടയ്ക്ക് ആഡ് കയറി വരും. ആ ഒരു പരിപാടി അവന്മാരെ നിർത്തിയിട്ടില്ല. ഇവിടെ റെന്റ് അല്ല, ആഡ് ഒരു കുറവുമില്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്തായാലും വൺ ഓഫ് ദ ഹോസ്റ്റ് ആയിട്ടുള്ള OTT ആയിട്ട് അവാർഡ് കിട്ടാൻ പോകുന്നത് ആമസോൺ പ്രൈമിനെ ആയിരിക്കും. കാരണം നല്ല പരിപാടിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് സീരീസിലോട്ട് വരുവാണെങ്കിൽ ഫാമിലി മാൻ 1 and 2 കണ്ടതുപോലെ തന്നെയാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ശരി, ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു വേൾഡ് ആയാലും ആ സ്റ്റോറി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അടിപൊളിയായിരുന്നു, കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്കായില്ല. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നാഗാലാൻഡ്, അതായത് നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന പൊളിറ്റിക്സും അവിടുത്തെ കോൺഫ്ലിക്ട്സും വാറും അവിടുത്തെ കുറച്ച് ട്രൈബ്സും ഇന്ത്യ, ചൈന, അല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അതൊക്കെ സംസാരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതൊക്കെ കൊള്ളാൻ നല്ല രസമായിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ചില ഏരിയാസിലും സ്റ്റോറി ചെറുതായിട്ട് വീക്ക് ആയതുപോലെ എനിക്ക് തോന്നി. അതായത് ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, ഓരോ എപ്പിസോഡ് തീരുമ്പോഴും നല്ലൊരു കിടിലൻ ക്ലിഫ് ഹാങ്ങറിലൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് വരുന്ന കുറെ സീക്വൻസ്, അതായത് കുറച്ച് ലാഗ് അടിപ്പിക്കുന്ന പോലെയും കുറച്ച് വർക്കാവാത്ത പോലെയും നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ആ ഒരു പൊളിറ്റിക്സ് എന്താണെന്നും അവിടുത്തെ കോൺഫ്ലിക്ട്സ് എന്താണെന്നും വാർ എന്താണെന്നും പല രാജ്യങ്ങളും തമ്മിലുള്ള ഇഷ്യൂസ് എന്താണെന്നും എല്ലാം നമുക്ക് ഒരു ഐഡിയ കിട്ടിയാലും ഇത് പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പല ഏരിയാസിലും. അതായത് ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഒരു പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ ഇവർ തമ്മിലുള്ള വാർ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതൊരു പോയിന്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് കുറെ പോയിന്റ്സിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് ചെറുതായിട്ട് എനിക്ക് വീക്ക് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം നൈസാണ്. സ്റ്റോറി ടെല്ലിംഗ് ആയാലും ശരി, ഓരോ എപ്പിസോഡ്സിന്റെ ക്ലിഫ് ഹാങ്ങേഴ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും വേൾഡ് ബിൽഡ് ആയാലും എല്ലാം കൊള്ളാം. എസ്പെഷ്യലി മനോജ് തിവാരി, JK, പ്രിയമണി, എല്ലാവരുടെ പെർഫോമൻസും അവരുടെ ക്യാരക്ടേഴ്സും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് വേറൊരു കാര്യം, ചെറിയൊരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. അത് ആരാ ഏതാന്നൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. പിന്നെ അത് എടുത്ത് സ്പോയിൽ ചെയ്യുന്നില്ല. ആ ഒരു ക്യാമിയോ റോൾ അടിപൊളിയായിരുന്നു. ആ ക്യാമിയോ റോൾ വരുന്ന സിറ്റുവേഷനും അതിനുശേഷമുള്ള സീക്വൻസ് ഒക്കെ നൈസ് ആയിരുന്നു. അവിടുത്തെ ആ ഒരു മനോജ് തിവാരിയുടെയും അല്ലെങ്കിൽ JK-യുടെയും ആ ഒരു ക്യാമിയോ ക്യാരക്ടറിന്റെ അവരുടെ ഒരു കോമ്പിനേഷനും എല്ലാം നൈസ് ആയിരുന്നു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ സീരീസ് അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ടെല്ലിംഗ് ആയാലും ബാക്കിയുള്ള എലമെന്റ്സ് ആയാലും നല്ല രീതിക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില ഏരിയാസ് മാത്രം ഒരു എൻഗേജിംഗ് ഫാക്ടർ ഇങ്ങനെ ഹൈ മൂവ്മെന്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്, പിന്നീട് അതൊന്ന് ഹൈ മൂവ്മെന്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീല് പല ഏരിയസിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഹൈ മൂവ്മെന്റ് പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഡൗൺ ആവും, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഹൈ മൂവ്മെന്റ് തിരിച്ചു വരും. പക്ഷെ ഓവറോൾ നൈസ് ആണ്. ആ ഓരോ എപ്പിസോഡ്സിന്റെ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും ശരി, അതിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും ക്ലിഫ് ഹാങ്ങേഴ്സ് ആയാലും, എസ്പെഷ്യലി ക്ലിഫ് ഹാങ്ങേഴ്സ് ഒക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. ഓരോ എപ്പിസോഡിന്റെ എൻഡിങ് ക്ലിഫ് ഹാങ്ങേഴ്സ്, അതായത് അടുത്തത് നമുക്ക് ഓക്കെ ഇപ്പൊ കണ്ടു തീർക്കണം എന്നുള്ള ഒരു ബെഞ്ച് വാച്ച് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡിന്റെ ക്ലൈമാക്സ് പോർഷൻ ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇവിടെ കൊണ്ട് തീരും, അടുത്ത ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് ഒരു എൻഡിങ് ആയിരുന്നു. അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കിഡിലെ മൂവ്മെന്റ്, അതായത് ഫൈനൽ എപ്പിസോഡിലുള്ള ഒരു കിഡിലെ മൂവ്മെന്റിലാണ് നിൽക്കുന്ന സ്റ്റോറി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇത് ആ ഒരു മൂവ്മെന്റിൽ കൊണ്ട് ഒറ്റ കട്ടാണ്. ഒറ്റ കട്ടെന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ. ഇനി അടുത്ത സീസണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് മാത്രം എനിക്ക് ഒട്ടും വർക്ക് ആവത്തില്ല. അതായത് ഒരു കംപ്ലീറ്റ് ആയ ഒരു ഫീൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി ആ ഒരു 7 എപ്പിസോഡിൽ നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു ഫൈനൽ എപ്പിസോഡ് അല്ലെങ്കിൽ ഫൈനൽ 2 എപ്പിസോഡിലാണ് ഒന്ന് കത്തി കയറുന്നത്. അതായത് ആ ഒരു സ്റ്റോറിയുടെയും അവിടുത്തെ സീരിയസ്നെസ്സും അവിടുത്തെ ഒരു എൻഗേജിംഗ് ഫാക്ടറും എലമെന്റ്സും ക്യാരക്ടേഴ്സും എല്ലാം കൂടി വരുന്നൊരു മൂവ്മെന്റ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മൂവ്മെന്റ് എത്താൻ ടൈം എടുക്കത്തില്ല. ആ ഒരു ടൈം എത്തി എല്ലാം സെറ്റ് ആയപ്പോഴാണ് ഒരു സീരീസ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതുവരെ എല്ലാം നൈസാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ശരിക്കും ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതിന്റെ മെയിൻ കോർ എത്തിയപ്പോൾ അവർ സീരീസ് സ്റ്റോപ്പ് ചെയ്തു. ഇനി എത്ര വർഷം കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും കാത്തിരിക്കണം. കാരണം അത്ര ഒരു കിടിലൻ മൂവ്മെന്റിലാണ് ഇതുകൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള സീരീസ്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവർ വിചാരിച്ചാണ് ഓക്കെ ഇനി ഫാൻസുകാർ വെയിറ്റ് ചെയ്യും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. സോ എനിക്ക് തോന്നുന്നില്ല ഡയറക്ടേഴ്സ് ആയിരിക്കും ഇത് പ്ലാൻ ചെയ്തത്. ആമസോൺ ആയിരിക്കും പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തു നോക്കാം. എന്നാലും നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓവറോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ സീരീസ് ഇഷ്ടപ്പെട്ടു. സീസൺ 3 ടോട്ടലായിട്ട് 7 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡ് ഒരു 40 to 50 ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു 55 എന്തോ ഉണ്ട്. അത് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.